Thank you, Benjamin. Now, His Holiness Moran Mar Basilios Martha Paulos II, the one and only Catholicos of the East and Malanga Metropolitan, will give us his apostolic blessing. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിയന്യ അലക്സിയോസ് മാർ യോസേഫിയസ് തിരുമേനി, മലക്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ട ജോയി പുലിക്കോട്ടിൽ, കറുകപ്പള്ളി, കറുകപ്പള്ളി, അതുപോലെ കൗൺസിൽ മെമ്പർ ഷാജി, വൈദിക സഹോദരങ്ങളെ, ഈ സദസ്സിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സഹോദരി സഹോദരങ്ങളെ, 2007 ശേഷമാണ് അമേരിക്കൻ ഭദ്രാസനത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. അന്ന് 2-4 ഫാമിലി കോൺഫറൻസുകളിൽ ഒരുമിച്ച് സംബന്ധിച്ചു, തിരിച്ചുപോയി. ആ ഫാമിലി കോൺഫറൻസുകളിൽ സംബന്ധിക്കാനുള്ള ക്ഷണം ഒന്ന് ലഭിച്ചിരുന്നു. അത് കഴിഞ്ഞ് വളരെ സമ്പൽ സമൃദ്ധിയുള്ള ചില ദേവാലയങ്ങൾ അവരുടെ ചില ആഘോഷങ്ങൾക്ക്, ചിലരുടെ മുറം അനുഷ്ഠാനക്കാരുള്ള ഉദാശകളൊക്കെ ആയിട്ട് ക്ഷണിച്ചിരുന്നു. സാധാരണഗതിയില് ഏതെങ്കിലും ദേവാലയങ്ങൾ എന്നെ ക്ഷണിച്ചാൽ ഞാൻ എൻ്റെ പ്രോഗ്രാം ഷോർട്ട് ഔട്ട് ചെയ്യാറില്ല. ആ ക്ഷണിച്ചവരുടെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാം ഷോർട്ട് ഔട്ട് ചെയ്യണമെന്ന് ഞാൻ അങ്ങോട്ട് പറയുന്ന പതിവാണുള്ളത്. അതിൽ കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആവശ്യപ്പെടും, നിങ്ങൾ ഷോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ ഇന്ന വിഷയം കൂടെ അതിൽ ഉൾപ്പെടുത്തിയാൽ കൊള്ളാമെന്ന്. ഇപ്രാവശ്യം അങ്ങനെ 1-2-3 തവണ വന്നപ്പോഴേ വളരെ ചെറിയ ചില ദേവാലയങ്ങളിലെ എൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞു, ഞങ്ങളുടെ ദേവാലയത്തിലേക്ക് തിരുമേനി എന്താ വരാത്തത്? ഞങ്ങൾക്ക് അങ്ങനെ തിരുമേനിയെ ക്ഷണിച്ചു കൊണ്ടുവരാനുള്ള സാമ്പത്തിക ശക്തിയൊന്നുമില്ല, അംഗസംഖ്യ വളരെ കുറവാണ്. അന്നേരം ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ബന്ധപ്പെടേണ്ടതില്ല, ക്ഷണം കിട്ടിയാൽ മതി, ഞാൻ പൊതുവായി വന്നേക്കാം. അങ്ങനെ പൊതുവായിട്ട് വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം ചെറിയ പള്ളികളുണ്ടോ അവിടെയൊക്കെ സന്ദർശിച്ച് ഞാൻ തിരിച്ചു പോയിക്കോളാം, സാമ്പത്തികമായി നിങ്ങൾ ആരും ബന്ധപ്പെടേണ്ടതില്ല എന്ന് അവരോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ഒരുപക്ഷെ അത് അവർക്ക് സ്വീകാര്യമായോ എന്ന് സംശയമുണ്ട്. ആരും ഇതുവരെ ക്ഷണിച്ചില്ല. കാരണം അവർക്ക് കഴിവില്ലാത്തവരാണെന്ന് തെളിയിക്കപ്പെടുമോ എന്നുള്ളതുകൊണ്ടും കൂടെ ആയിരിക്കാം അവർക്കിനെ ക്ഷണിക്കാമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഈ കഴിഞ്ഞ ദിവസം ജനറൽ സെക്രട്ടറി അവരെ കുറിച്ച് പറഞ്ഞു, ഞങ്ങൾ ദരിദ്രന്മാരാണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ധനവാനാണെന്ന് പറഞ്ഞ് സഹായം ചെയ്യാമെന്ന് ഞാൻ മറുപടി ചെയ്യും. ഇപ്പോഴാണ് ഞാൻ ക്ഷണിക്കാതെ ഇറങ്ങിയിരിക്കുന്നത്. ഒരു പള്ളിക്കാരെ ക്ഷണിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കാതോലിക്ക സിംഹാസനത്തെ കുറിച്ച്, കാതോലിക്കേറ്റിനെ കുറിച്ച് ഒരു അവയർനെസ് ഈ ഭദ്രാസനത്തില് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടാകണമെന്ന് സഭയുടെ പ്രധാന സമിതികൾ ആഗ്രഹിച്ചു. വർക്കിംഗ് കമ്മിറ്റി, ആലോചന സമിതി, ഫൈനാൻസ് കമ്മിറ്റി ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരണോ? അതിന്റെ സമിതികളിലെ ബാക്കിയുള്ളവർ പോയാൽ പോലെ അല്ല, ഞാനിവിടെ വരണം, പ്രധാനാധ്യക്ഷൻ വരണം. അപ്പോൾ ക്ഷണിക്കാതെ ഞങ്ങളെ പുറപ്പെട്ടു. നെടുമ്പാശ്ശേരി ചെന്നപ്പോഴേ ചോദിച്ചു,
നിങ്ങൾക്ക് ക്ഷണമോ? ക്ഷണമില്ല. ബോർഡിംഗ് പാസ് എടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ചോദിച്ചു, ക്ഷണമില്ല, എവിടെ താമസിക്കുന്നത്? അപ്പം 2 ഭദ്രാസനത്തിന്റെയും പിന്നെ അഡ്രസ് കാണാതെ എനിക്ക് അറിഞ്ഞില്ല. ടെലിഫോൺ നമ്പർ അത് എന്റെ സെക്രട്ടറി പറഞ്ഞ് 2 മിനിറ്റ് നിൽക്ക് എന്ന് പറഞ്ഞ് ആദ്യം വിളിച്ച് ടെലിഫോണിലൂടെ അഡ്രസ് പറഞ്ഞു കൊടുത്തു. പിന്നെ 2 ടിക്കറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരായിട്ട് അവിടെ അലഞ്ഞ് നടക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. എന്നിട്ട് 2 ഭദ്രാസനത്തിന് ഏതാനും ദിവസങ്ങൾ ചെലവഴിക്കാൻ തീരുമാനിച്ചു. 10 ദിവസമാണ് ഞാൻ അതിനു വേണ്ടി മാറ്റിവെച്ചത്. പക്ഷെ ഇവിടെ പ്രോഗ്രാം ചോർണോട്ട് ചെയ്തത് 12. അത് തന്നെ എനിക്ക് സമയം കൂടിപ്പോയി എന്ന് തോന്നാതിരുന്നില്ല. കാരണം ഉത്തരവാദിത്തങ്ങളൊക്കെ കുറിച്ച് നോക്കുമ്പോൾ ഈ ഇങ്ങനെ സൽക്കാരവും സ്വീകാര്യവും വരവേൽപ്പുമായിട്ട് നടക്കാൻ മനസ്സ് അനുവദിക്കുകയില്ല. ഇപ്പോഴും ഞാൻ ഇവിടെയാണെങ്കിലും അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായി കാണും, എന്റെ കസേരയിലായും കയറിയിരിക്കുന്നുണ്ട്. കസേരയുടെ ചുവടിൽ ഞങ്ങളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഇഷ്ടമില്ലാത്ത അധ്യാപകർ വരുമ്പോ കോട്ടിക്കാരാൻ കോടി അത് ഈ കസേരയുടെ അധികം ഗവൺമെന്റിനാണ് തെരുവെടുക്കും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നത് പറയാം. അപ്പൊ ആ ടീച്ചർ വന്ന കസേര വന്ന് തെളിയിരിക്കുമ്പോഴേക്കും എപ്പോഴും പിള്ളേരെ ചെയ്യും. അത് ഞാനിപ്പോ പുസ്തകത്തിൽ ചെയ്തു എന്നാൽ ചെയ്തിട്ടുള്ളതല്ല, പക്ഷെ ചെയ്യുന്നവരെ കൂടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോഴും അവിടെയുള്ള ഓരോ വിഷയങ്ങളിലാണ് മനസ്സ് വ്യാപകമാകുന്നത്. മാത്രമല്ല എന്റെ ചാർജർ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് പലതരം എനിക്ക് പിടികിട്ടിയിട്ടില്ല. കാരണം അവിടുത്തെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ എനിക്ക് അറിയണം. എങ്ങനെയാണ് ഓരോ അത് രഹസ്യമായിട്ട് അറിയേണ്ട കാര്യങ്ങളുണ്ട്, പരസ്യമായിട്ട് അറിയേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ ഒരു ഫോട്ടോ പറയും, അത് എനിക്കിവിടെ നിന്ന് പള്ളിയിൽ പറയുന്ന വായിക്കുന്ന പോലെ വിളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ചിലത് അവിടെ എന്ത് ഡെവലപ്മെന്റ് എങ്ങനെ പോകുന്നു എന്നുള്ളത് അറിയാം. അപ്പോൾ 10 ദിവസം ഞാൻ ഇവിടെ മാറ്റിവെച്ചു. 12 ദിവസം പ്രോഗ്രാം ചോക്കൗട്ട് ചെയ്തു. ഈ വലിയ പള്ളിയിൽ ഒരു ക്ഷണം തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഏത് കൊച്ചു പ്രോഗ്രാമിൽ പോകണമെന്ന് ഒന്നാമത് സമ്മതിക്കുകയല്ല, രണ്ടാമത് പോകണം എന്ന് പറഞ്ഞാല് അവരുടെ അവിടെ നമ്മൾ വല്ലാതെ തല വിളിച്ചു വേണം സംസാരിക്കാൻ. അവർക്കതിന് സമ്മതമാണ്. അപ്പൊ ആ പ്രോഗ്രാം തന്നെ അവിടെ പാക്ക് ചെയ്ത് ഒരു നിമിഷം പോലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പാക്ക് ചെയ്ത് ഇത് അതിന്റെ ആവശ്യമില്ല. 10 ദിവസം പൂർണ്ണമായി വരികയാണ്, അല്ലെങ്കിൽ സഭയുടേതാണ്. അതുകൊണ്ട് ദിവ്യനോട് പറഞ്ഞ് എവിടെയൊക്കെ വേണമെങ്കിൽ സംഘടിപ്പിച്ചോ, ഒരു പ്രശ്നമില്ല. അങ്ങനെ വന്നപ്പോൾ 2 പള്ളി ഉദാശയിൽ എനിക്കിവിടെ സംബന്ധിക്കാനായിട്ട് സാധിച്ചു. ഇനിയിപ്പോ ഇന്ന് ഫിലഡൽഫിയയിൽ പോകും, നാളെ വാഷിംഗ്ടണിൽ നിന്ന് പോകും, മറ്റന്നാൾ ന്യൂയോർക്കിൽ പോകും, പിറ്റേ ദിവസം നേരെ കൊച്ചിക്ക് പോകും. അതാണ്. അപ്പൊ ഒരു ദിവസത്തോട്ടും ഇതില്ല. അസോസിയേഷൻ സെക്രട്ടറി എന്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസോസ്റ്റമോസ് തിരുമേനിയുണ്ട്. അദ്ദേഹം ഫൈനാൻസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. അവരെ ഇന്ന് വൈകിട്ട് ഞങ്ങൾ തെളിയിച്ചു. ഈ അസോസിയേഷൻ സെക്രട്ടറി മന്ദനാണ് തോന്നാറുണ്ട്. നിങ്ങൾ പറ്റുമ്പോൾ കാരണം ഞാൻ കുറെ 29 കൊല്ലമായി ഞാൻ കൽപ്പനക്കാരനായിട്ട് ആരും സ്വന്തം ഉപജീവനം വേണ്ടെന്ന് വെച്ച് ഈ 29 കൊല്ലത്തിന് സഭയെ സഹിച്ചത് ഞാനിതുവരെ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ, ഇദ്ദേഹം ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. ആദ്യത്തെ 5 വർഷം ജോസഫ് പേരെ ലീവെടുത്തു. രണ്ടാമത്തെ 5 വർഷവും ജോസഫ് പേരിന്റെ ലീവ് നടക്കുക സഭ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരിക്കൽ ചോദിച്ചാലോടൂ, തന്റെ കുട്ടികളും മക്കളും ഒക്കെ വളർന്നു വരാൻ അവർക്ക് ചെലവഴിക്കേണ്ട തന്റെ ശമ്പളത്തിന്റെ തുക താൻ ഈ പള്ളിയിൽ സഭാന്ന് നടന്നാൽ എന്ന് ചോദിച്ചു. സമാചാരം ചോദിച്ചു. അതായത് സഭയ്ക്ക് വേണ്ടി ജോലി വേണ്ട, വീട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ വീണ ചിലപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ പോകുന്ന ഒരു യുവാവാണ്.
അപ്പോ ഞങ്ങൾ അങ്ങനെ ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ടീമായിട്ട് വന്നിരിക്കുന്നതിന് പ്രത്യേകത എന്ന് പറയുന്നത് കാതോലിക്കേറ്റ് നമ്മുടെ പിതാക്കന്മാര് ഒരു കാതോലിക്കേറ്റ് ലഭിക്കാൻ വേണ്ടി സഹിച്ച യാതനകൾ ചെറുതൊന്നുമല്ല, ഒട്ടും ചെറുതല്ല. എന്താണ് ഈ കാതോലിക്കേറ്റ് എന്ന് പറയുന്ന പ്രത്യേകത? അവർ പരമാധികാര സഭയുടെ മുദ്രയാണ്. 1947 വരെ ഇന്ത്യക്ക് ഒരു പതാക സ്വന്തമായി ഉയർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. 1947 ഓഗസ്റ്റ് 15-ാം തീയതി അർദ്ധരാത്രി മുതൽ ഇന്ത്യക്ക് ഒരു പതാക ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ പതാക എന്ന് പറഞ്ഞാൽ അത് 3 നിറത്തിലുള്ള തുണിക്കഷ്ണങ്ങളാണ്. പക്ഷേ അത് ഇന്ത്യൻ പൗരനെ ഉയർത്താനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അർദ്ധരാത്രിക്കാണ്. അതത്ര നിസ്സാരമല്ല, വളരെ ഗൗരവമുള്ളതാണ്. അനേക ലക്ഷം ഭാരതീയ പൗരന്മാരുടെ രക്തം ചിന്തപ്പെട്ടാണ് ഭാരതത്തിന് അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയത്. ഇതുപോലെ മലങ്കര സഭയുടെ കാതോലിക്കേറ്റ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ, തദ്ദേശീയതയുടെ, സ്വയം ശീർഷകത്വത്തിന്റെ, അപ്പോസ്തോലിക പാരമ്പര്യത്തിന്റെ ഉള്ള ഒരു അടയാളം, മുദ്രയാണ്. ആ വിഷയത്തെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാകണം. അവയർനെസ് ഉണ്ടാകണം എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അതിന്റെ ഒരു സഭയുടെ ഒരു ധനശേഖരവുമായി ബന്ധിച്ചുണ്ട്. ഞാൻ കൂടുതൽ കാണുന്നത് ഈ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പൈതൃകവും അതിന്റെ ചരിത്രവും അതിന്റെ പരമാധികാരവും സ്വയം ശിക്ഷകത്വവും ഒക്കെ വളരുന്ന കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള വലിയ ചുമതലയും കൂടെ നമുക്കുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഗ്ലോബൽ ചർച്ച, ആ ഗ്ലോബൽ ചർച്ച 1876 വരെ ഒരു ഭദ്രാസനവും ഒരു മെത്രാപ്പോലീത്തായി, മലങ്കര മെത്രാപ്പോലീത്ത എന്ന് പറഞ്ഞ സ്ഥാനിയാണ് അന്ന് മലങ്കര നസ്രാണികളുടെ തലവൻ, ജാതിക്ക് കർത്തവ്യൻ, ജാതിക്ക് തലവൻ. അത് അന്നത്തെ മഹാരാജാക്കന്മാര്, തിരുവിതാംകൂർ രാജാവ് അത് മുദ്ര ചാർത്തി ആ സ്ഥാനം നൽകിയിരുന്നു. നമ്മുടെ കാരണവന്മാരും പിതാക്കന്മാരും ഒക്കെ സാത്വികന്മാരും ദൈവത്തെ ഭയപ്പെട്ട് സത്യസന്ധമായി ജീവിച്ചിരുന്ന ആ സ്ഥാനം നമുക്ക് ആ കാലഘട്ടങ്ങളിൽ ഒക്കെ ഉണ്ട്. പിന്നെ ലോകത്തിൽ മൂല്യങ്ങൾ ശോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മൂല്യങ്ങൾ നമ്മളിലും ശോഷിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. എങ്കിൽ പോലും മലങ്കര സഭയുടെ അപ്പോസ്തോലിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഇന്നത്തെ തലമുറയിലെ ക്രിസ്തീയ വിഭാഗം എന്ന് പറയുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വസ്തുത. വിശ്വാസത്തിനും സ്വാതന്ത്ര്യത്തിനും ഒക്കെ വേറെ ഒരു സഭയുടെയും കീഴിലല്ല എന്നുള്ളത് മലങ്കര സഭയ്ക്ക് ഒരു പ്രധാനപ്പെട്ട പദവിയായിട്ട് തന്നെ നമ്മൾ അതിനെ കാണണം എന്ന് നമ്മുടെ ജനങ്ങളോട് അവരെ ബോധവൽക്കരിക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും വിരമില്ല. സഭയിൽ ഇങ്ങനെ സഭയുടെ പ്രധാന തലവൻ സഞ്ചരിക്കുമ്പോൾ അവിടെ നിന്നും എനിക്ക് കേൾക്കണം, സഭയെ കുറിച്ച് എനിക്ക് അവരോട് പറയുകയും അങ്ങനെയുള്ള ഒരു സംവേദനം, ഒരു ഇന്ററാക്ഷൻ ഇത് മുഖാന്തരമായിട്ട് നടക്കും എന്നുള്ളതാണ്. ഇത് അമേരിക്കയിലേക്ക് പോകാറില്ല, കേരളത്തിൽ എല്ലാ വർഷവും പോകാറുണ്ട്, കേരളത്തിന് പുറത്ത് ഒക്കെ പോകാറുണ്ട്. ഈ വർഷം എല്ലാവരും പോകണമെന്ന് നിശ്ചയിച്ച് ആ യാത്രയുടെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ടാണ് ഈ 2 ദേവാലയങ്ങൾ. പക്ഷെ ഒരുപക്ഷെ ഇവിടെ ഒരുപാട് അസൗകര്യങ്ങൾ നിങ്ങൾക്ക് കാണുന്നില്ല, കാരണം ഒരു ദിവസമാണിന്ന്, ജോലിയുള്ള ദിവസമാണ്. എന്നാലും ഈ ദേവാലയം ഉദാശ ചെയ്യാൻ ലഭിച്ച അവസരം എനിക്കും അത് എന്നും ഓർമ്മ നിലനിർത്താൻ തക്കവണ്ണമുള്ള ഒരു പ്രധാന സംഭവമായിട്ട് മനസ്സിൽ കാണുകയാണ്.
നമ്മുടെ സഭയിലെ അംഗങ്ങൾ ലോകത്തിന്റെ എവിടെ എത്തിയാലും സഭയെ സ്നേഹിക്കുകയും ആ വിശ്വാസത്തിൽ വളരാൻ ആഗ്രഹിക്കുകയും ആരാധന നടത്തണം എന്നുള്ള വലിയ അന്തർധാനം, അതിനുവേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങൾ ഈ ദേവാലയം തന്നെ നിങ്ങൾ ഈ വിധത്തിൽ ആക്കി തീർക്കാൻ തക്കവണ്ണം നിങ്ങൾ ചെയ്ത സാഹസികമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരിൽ നിന്നും അഭിനന്ദ തിരുമേനിയിൽ നിന്നൊക്കെ മനസ്സിലാക്കി. അത് സ്വന്തം ജീവിതത്തിന് ഈ ആരാധന അനിവാര്യമാണെന്നുള്ളൊരു വികാരം അതുകൊണ്ട് വളരെയധികം ക്ലേശിച്ച് അങ്ങേയറ്റം പരിശ്രമിച്ചാണ് ഈ ദേവാലയത്തിന്റെ നിർമ്മാണവും ഇപ്രകാരമുള്ള ഒരു അഭിഷേക പ്രകാശയൊക്കെ നടത്തപ്പെട്ടത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും ഇതിൽ ഞാനും സന്തോഷിക്കുന്നു. ഈ ഇടവക ദൈവത്തെ രുചിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഇടവകയായി തീരട്ടെ. മലങ്കര സഭയുടെ പൈതൃകവും മലങ്കര സഭയോടുള്ള നമ്മുടെ സ്നേഹവും എന്നും നിലനിൽക്കട്ടെ. അതുപോലെ തന്നെ ഈ അമേരിക്കൻ ഭദ്രാസനങ്ങൾ 2 ഭദ്രാസനങ്ങളും എല്ലാ വർഷവും കോടിക്കണക്കിന് ധനം ദരിദ്രന്മാർക്കും അതുപോലെ തന്നെ രോഗികൾക്കും അങ്ങനെ ഭവന നിർമ്മാണങ്ങൾ നടത്തുന്നതിനും അങ്ങനെ അർപ്പിക്കുന്ന ആയിരക്കണക്കിന് ഒരു പരിധിവരെ മതവർണ്ണ വേദനയെ നിങ്ങൾ നൽകുന്നുണ്ട് പല വിധത്തിലുമായി. അത് ദൈവം നിങ്ങളുടെ വിലപ്പെട്ട കാഴ്ചയായി അതിനെ കരുതാതിരിക്കുകയില്ല. ഈ രാജ്യവും അതുപോലെ ഈ രാജ്യത്തോട് നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഭക്തിയും അല്ലെങ്കിൽ കൂറും അതുപോലെ സഭയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ഒക്കെ നമ്മുടെ നല്ല സ്വഭാവത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും ഭാവങ്ങളായിട്ട് കാണുന്നു. ഇടവക അനുഗ്രഹിക്കപ്പെടട്ടെ. കൂടുതൽ നന്മ ചെയ്ത് സഭയെ സ്നേഹിച്ച് ദൈവത്തെ മറന്നു പോകാതെ മുന്നോട്ട് പോകാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവയ്ക്ക് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എല്ലാ ഉപവാദങ്ങളിലൂടെ പ്രസംഗിക്കുന്നു. Thank you, Your Holiness, for your apostle blessings. Now our trustee, Mr. Quinton Zachariah, will present the Catholicos. കാതോലിക്കൽ കളക്ഷനെ കുറിച്ചൊരു വാക്ക്. മലങ്കര സഭാമക്കൾ ഈ സഭയോട് കടപ്പെട്ടിരിക്കുന്നു. ഈ സഭ നമ്മോട് ആവശ്യപ്പെട്ടത് ഈ വർഷം $100, വർഷത്തിലൊരു പ്രാവശ്യം $100 ഈ സഭയ്ക്ക് നൽകുക. നമ്മെ സംബന്ധിച്ചൊരു വലിയ വിഷയമാണ്. ഞാൻ സെക്രട്ടറി സംസാരിച്ച് പറയുകയാണ്, ഇവർക്ക് താമസിക്കുന്ന 2 പ്രാവശ്യം ടോളിൽ കഴിയുമ്പോൾ ആ ടോൾഗേറ്റ് കൊടുത്ത് കഴിയുമ്പോൾ ടോൾ കഴിയും. നമ്മെ സംബന്ധിച്ചുള്ള എത്രയോ എമൗണ്ട് അല്ലാതെ പോകുന്നത് ഈ സഭയെ മക്കളെന്നുള്ളത് ഈ സഭയുടെ നമുക്കൊരു ബാധ്യതയാണ്. ഈ പിതാക്കന്മാർ ആവശ്യപ്പെടുന്ന പ്രത്യേകിച്ച് പ്രാവശ്യം ആവശ്യപ്പെട്ട $100. എനിക്ക് 2 ചെറിയ ഇടവകളാണ്. ഒന്ന് ചാരുനോക ഇടവക, അവിടെ 9 ഫാമിലിയാണ്. ഭാവത്തേക്ക് അല്ലാതെ വന്നപ്പോൾ 9 പേരുടെ $100 വെച്ച് 900 രൂപയും അവരുടെ റസീസ $5 വെച്ച് $945 ഭവനത്തിന് ഏൽപ്പിച്ചു. ഈ ഇടവകയിൽ 10 ഭവനങ്ങളാണ്. 10 ഭവനങ്ങൾക്ക് $1000 5 രൂപ വെച്ച് കാതോലിക്ക റസീസ $1050 ഇടവക ട്രസ്റ്റ് പരിശുദ്ധ കാതോലിക്ക. ഇത്രയും ബാലാരിഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഈ ഇടവക ഈ ടാർഗറ്റ് തുക കൃത്യമായി നൽകിയതിലുള്ള പ്രത്യേക സന്തോഷവും അനുമോദനവും അറിയിക്കുന്നു. കൂടുതൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Now, Father John
a congratulatory message from the President of the United States of America, Barack Obama, and the Chief Minister of Kerala, Mr. Ummachandi. The White House, Washington, September 22nd, 2014. Greetings to the members of St. Mary's Orthodox Church of Greater Orlando. I congratulate the parish priest and members on the occasion of the consecration of your newly purchased place of worship in Orlando, Florida. Your faith, dedication, and commitment to service are cornerstones of building a strong American society. I commend your focus on initially moral, ethical, and religious values in your children. I appreciate your hard work on behalf of people of your community. Our nation's strength always depends on the unselfish act of generosity and community action of our citizens. I hope that with this significant achievement, you will devote to serving the needs of others and helping to create a brighter future for all of us. Best wishes for the momentum given. Sincerely, Barack Obama. Kerala Chief Minister Ummachandi message. I am glad to know that St. Mary's Orthodox Church Orlando will be consecrated on the 25th of September 2014 by His Holiness Basilius Paulus II. I hope that the occasion of the consecration of the church would turn out honorable and that the members of the parish would actively take part in this auspicious occasion. I also hope that St. Mary's Orthodox Church Orlando will serve as a source of spiritual delight rather than and peace. My praise and warm felicitations of my challenge. To welcome our young and enthusiastic Malanga Sabha Secretary, Dr. George Joseph from Kerala, to say a few words. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിവന്യനായ യൗസേബിയസ് തിരുമേനി, വന്യരായ വൈദിക ബഹുമാനരായ സഭാമാലിന്യ കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന ശ്രീ പി എ ജോയ് ഫിലിപ്പോട്ടിൽ, ശ്രീ പോൾ കറുകപ്പള്ളി, ബഹുമാനപ്പെട്ട കൗൺസിൽ മെമ്പർ ശ്രീ ഷാജി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഇടവക ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, എൻ്റെ അടുത്ത് വന്ന എൻ്റെ ഇടവക പള്ളിയിലെ ആളുകൾ എൻ്റെ വസ്തു അതല്ലെങ്കിൽ എൻ്റെ വീട് പള്ളിക്ക് വേണ്ടി പ്ലഡ്ജ് ചെയ്യണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടാൽ തീർച്ചയായും ഞാനത് അതിന് വഴങ്ങാൻ സാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ ഇവിടെ ഈ ഇടവകയിലെ ആളുകൾ തങ്ങൾ ഇത്രയും കാലം സമ്പാദിച്ചു കൂട്ടിയ അവരവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭവനങ്ങൾ ഈ ഇടവകയ്ക്ക് വേണ്ടി പ്ലഡ്ജ് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ ശിരസ്സ് നമിക്കുകയാണ്. ഇത്രയധികം സഭയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഈ ധന്യ നിമിഷത്തിൽ ഇവിടെ വളരെയേറെ സന്തോഷത്തോടുകൂടി ഇവിടെ ചെലവഴിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നത് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ ഈ കൂടാശയ്ക്ക് നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം, നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് തിരുമേനെ കൊണ്ടുവന്ന് കൂടാശ ചെയ്യുവാനുള്ള നിവൃത്തിയില്ല. പക്ഷെ ദൈവം നിങ്ങൾക്ക് ക്രമീകരിച്ച് തന്നതാണ് എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുകയാണ്. ബഹുമാനായ പുത്രമാച്ചൻ പണ്ടേ എനിക്കറിയാം. മദ്രാസിലിരിക്കുന്ന കാലം മുതലേ അച്ഛനുമായി നല്ല അടുപ്പമാണ്. വാർത്തകൾ
ലോകത്തെ എല്ലായിടത്തും എത്തിക്കുന്നതിൽ അച്ഛൻ വളരെ മുമ്പിലുമാണ്. മലങ്കര സഭയുടെ കാതോലിക്ക ദിനത്തിലുമായി ബന്ധപ്പെട്ട പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി ഇവിടെ എഴുന്നള്ളുന്നു എന്നുള്ള വാർത്ത കുഞ്ചകോണാച്ചൻ നല്ല ഇതുപോലെ അച്ഛന്റെ ചാനലിൽ കൊടുത്ത്, അതുപോലെ ന്യൂയോർക്കിലുള്ള ഒരു ചാനൽ വളരെ ഭംഗിയായി അത് കൈകാര്യം ചെയ്തു. കാതോലിക്ക ദിനത്തെ വിജയിപ്പിക്കുന്നതിലൂടെ അച്ഛൻ യത്നിച്ചു. ഇപ്പോൾ ഇവിടെ നടന്ന വലിയൊരു ചടങ്ങ് കാതോലിക്ക ദിനത്തിലുള്ള ടാർഗറ്റ് പൂർത്തീകരിച്ച് നൽകുന്നു. അച്ഛന്റെ സഭാസ്നേഹം അവിടെയാണ് വെളിവാകുന്നത്. പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി ഈ കാഴ്ച സ്വീകരിക്കുന്നതിന് വേണ്ടി ആദ്യമായാണ് ഇവിടെ എത്തുന്നത്. പലപ്പോഴും കാഴ്ച അയച്ചു കൊടുക്കുക പതിവാണ്. എന്നാൽ നേരിട്ട് സഭാമക്കൾ സഭയ്ക്ക് സമർപ്പിക്കുന്ന ഈ കാഴ്ച ഏറ്റുവാങ്ങുന്നതിനായി പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനിയോട് എഴുന്നള്ളിയപ്പോൾ നമ്മളൊക്കെ ധരിക്കും ബാബാ തിരുമേനി എല്ലാവരും ശ്രദ്ധിക്കുകയില്ല, എല്ലാ ചലനങ്ങളും ശ്രദ്ധിക്കുന്ന ആളാണ് മലങ്കര സഭയുടെ പരിശുദ്ധ കാതോലിക്ക ബാബാ. ചില അച്ഛന്മാരൊക്കെ പരിശുദ്ധ ബാബാ തിരുമേനിയെ കണ്ടിട്ട് തിരുമേനിയുടെ മുഖം ചുമന്നുകൊണ്ടിരിക്കുന്നല്ലോ, നല്ല പട്ടയമാണല്ലോ, തിരുമേനി വളരെ ആരോഗ്യവാനായിരിക്കുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ തിരുമേനിക്ക് അറിയാം ആ അച്ഛൻ കാതോലിക്ക ദിനത്തിലുള്ള ടാർഗറ്റ് വേണ്ടിയാണ് നിൽക്കുകയാണോ എന്നുള്ളത് അറിയാം. തിരുമേനി ഇങ്ങനെ സ്ഥിതിപാകുന്നതിന് താല്പര്യമുള്ള ആളുകൾ അങ്ങനെ സ്ഥിതിപാകാൻ തിരുമേനി ഉയരുകയുമില്ല. ഞാൻ പറഞ്ഞത് മലങ്കര സഭയ്ക്ക് എല്ലാ അർത്ഥത്തിലും വളരെ വിജയത്തിന്റെ ഒരു പന്താവിലാണ് നമ്മളിപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത്. കാതോലിക്ക ദിനത്തിൽ 5 കോടി കഴിഞ്ഞ വർഷം ആഗ്രഹിച്ചപ്പോ പരിശുദ്ധ ബാബാകൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ലഭിച്ചത് 5 കോടി 16 ലക്ഷം രൂപയാണ്. എറണാകുളം പായക്കടവിൽ അവിടെ 1.5 ലക്ഷം ആളുകൾ പഠിച്ചുകൂടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ ബാബാകൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ പഠിച്ചുകൂടിയത് 2 ലക്ഷത്തിലധികം ആളുകളാണ്. സഭ പരിശുദ്ധ ബാബാവിനെ സമർപ്പിച്ചാൽ ആ കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ ബാബാവിനെ പിന്നിൽ അണിനിരക്കാൻ മലങ്കര സഭയുടെ മക്കൾ തയ്യാറാണ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2013 സെപ്റ്റംബർ മാസം ആദ്യമാണ് പരിശുദ്ധ ബാബാവിനെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ക്ഷണിച്ചു, റോമിലേക്ക് ചെല്ലുന്നതിന് വേണ്ടി ക്ഷണിച്ചു. പരിശുദ്ധ ബാബാവിനെ മലങ്കര സഭയുടെ 2 മെത്രാപ്പൊലീത്തമാരെയും കൂടെ കൊണ്ടുപോയി, ഞങ്ങളുടെ സ്ഥാപികളെ കൊണ്ടുപോയി റോമിൽ വത്തിക്കാനിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ കാതോലിക്ക നൽകിയ ആ ഉജ്ജ്വലമായ വരവേൽപ്പ് പരിശുദ്ധ കാതോലിക്ക ബാബാവിനും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഒരേ വലുപ്പമുള്ള ഒരേ തരത്തിലുള്ള 2 കസേരകൾ, 2 കസേരകളിലും 2 സഭയുടെ അധികന്മാർ പതിനെട്ടായി. അതിനുശേഷം ദീർഘനേരം സഭ തിരികെ പോകുമ്പോൾ കേരളത്തിലൊരു കർദിനാൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് 10 മിനിറ്റ് നേരം കിട്ടിയോ? പക്ഷെ കിട്ടിയത് 10 മിനിറ്റല്ല, പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തത്രയും സമയം. കൂടിക്കാഴ്ചയ്ക്ക് അനുവദിച്ച 20 മിനിറ്റായിരുന്നെങ്കിലും കൂടിക്കാഴ്ച 1 മണിക്കൂർ വേണ്ടുപോയി. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ കാതോലിക്ക ബാബാവോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഏതാണ്ട് 2.5 മണിക്കൂറോളം വേണ്ട സമയം പരിശുദ്ധ കാതോലിക്ക ബാബാവിലേക്ക് ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തത്, കുടിക്കുവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തത് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ആണെന്ന് പറയുമ്പോൾ മലങ്കര സഭയെ എത്ര വലുതായി കാണുന്നുണ്ട്. ആ സഭയുടെ അധിപനെന്ന് അതിലൂടെ വലുതാവുകയാണ്. ഒപ്പം 2 തിരുമേനിമാരുണ്ടായിരുന്നു. ഞാനിപ്പോൾ കഴിക്കുന്നു ഇനിയും അങ്ങനെയാണ് തിരുമേനിക്ക് അങ്ങനെയുള്ള ക്ഷണം കിട്ടുമ്പോൾ ഈ സമന്മാരിൽ മുമ്പെന്ന ലേഖനം എഴുതിയ 2 പേരെ കൂടി കൊണ്ടുപോയാണ് അവർ മനസ്സിലാക്കും. അവർ സമന്മാരല്ല എന്നുള്ളത് മനസ്സിലാക്കും എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുകയാണ്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനിക്കപ്പെട്ട ഒരു കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഇന്ന് കാതോലിക്കമാരുടെ നിരക്കാണ് കേരളത്തിൽ. കോഴിക്കോട് കാതോലിക്ക,
കാതോലിക്ക, ചന്ദനപ്പള്ളിയിൽ ബഹുമത പ്രചാരണത്തിൽ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരത്ത് കാതോലിക്ക, എല്ലാവർക്കും കാതോലിക്കന്മാരുടെ പ്രളയമാണ്. കാതോലിക്ക സ്ഥാനത്തിന്റെ മഹത്വമായ ഈ സ്ഥാനം കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വലുതാകുന്നത്. കാതോലിക്ക സ്ഥാനത്തിന് വേണ്ടി ആളുകൾ നെട്ടോട്ട് പോകുന്നു. പക്ഷേ നമ്മളോട് മനസ്സിലാക്കണം, വിശുദ്ധ വികാര സിംഹാസനത്തിൽ ആളുകളായിരുന്നു. ഭാരതത്തിൽ സഭയെ ഭരിക്കുന്ന ഒരു കാതോലിക്കയെ ഭാരതത്തിലുള്ള നമ്മുടെ സഭയുടെ